നടൻ ബാലയുമായുള്ള വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അഭിരാമി സുരേഷിനെതിരെ പരോക്ഷ വിമർശനവുമായി നടന്റെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കേണ്ട, ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്ര കാലവും ആരോടും ഒന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. എന്നിട്ട് താരതമ്യപ്പെടുത്തുന്നു. സഹായിക്കാൻ പോയി, സഹായം സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. പിന്നിൽ നിന്ന് കുത്തിയിട്ടാണോ സഹായിക്കുന്നത് എന്നൊക്കെയായിരുന്നു എലിസബത്ത് വീഡിയോയിലൂടെ ചോദിച്ചത്. ഇപ്പോഴിതാ അഭിരാമി സുരേഷിനെതിരെ എലിസബത്ത് ഇത്തരം ഒരു പ്രതികരണം നടത്താനുണ്ടായ കാരണം എന്തെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ചെകുത്താൻ എന്ന യൂട്യൂബർ അജു അലക്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ ബാലയ്ക്കെതിരായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അജു അലക്സ് എലിസബത്തിന്റെ വീട്ടിൽ പോയി പിന്തുണ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എലിസബത്തിനും അജു അലക്സിനും എതിരെ ബാല പരാതി കൊടുക്കുന്നത്. എലിസബത്തിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയുന്നത് അനാവശ്യമാണെന്നാണ് അജു അലക്സ് പറയുന്നത്. ഈ രണ്ടുപേരുടെയും പ്രശ്നം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എലിസബത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്നും അറിയാം. ഞാൻ അതൊക്കെ പറയുകയാണെങ്കിൽ അത് വേറൊരു കഥയായി മാറും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തതെന്നും അദ്ദേഹം പറയുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവുക മാത്രമല്ല, നിലവിലെ കാര്യത്തിൽ നിന്നും അനാവശ്യമില്ലാത്ത ഒരു വഴിമാറലുണ്ടാകും. അതുകൊണ്ട് വേറെ ആളുകൾക്കായിരിക്കും ഗുണമുണ്ടാവുക. അവരെ നമ്മൾ നല്ല പോലെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചു ചെയ്യുന്നത് കാണുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എലിസബത്തിനെ കൊണ്ട് അങ്ങനെ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത്. എലിസബത്ത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. മറ്റുള്ളവർ പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് അവർ വ്യക്തമാക്കി. തനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ടവർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ടാകും. ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ ഒന്നും പറയില്ല. ആ ഒരു കമന്റിന് മാത്രമാണ് മറുപടി ഉള്ളത്. അപ്പുറത്ത് നിൽക്കുന്നതിൽ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ താൻ തയ്യാറല്ല എന്നും എലിസബത്ത് പറയുന്നു. ആരെങ്കിലും കൂട്ടുപിടിച്ച് കൂട്ടം കൂടി ആക്രമിക്കണമെന്നൊന്നും വിചാരിക്കാത്ത വ്യക്തിയാണ് എലിസബത്ത്. അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു. വേറെ ഒരാൾക്ക് ഈ ഗതി ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇയാളെ നാട്ടുകാർ അറിയണം എന്ന ഉദ്ദേശത്തോടെയാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും അജു അലക്സ് പറയുന്നു. ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് കേരളം മനസ്സിലാക്കിയത് ഈ പറഞ്ഞ എലിസബത്ത് വന്നതിൽ പിന്നെയാണ്. അതിനു മുമ്പ് ഇദ്ദേഹത്തെപ്പറ്റി ആർക്കും അങ്ങനെയൊന്നും അറിയില്ല. ആ അറിയാത്ത കാര്യങ്ങളാണ് ഈ കൊച്ച് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതിന് അവർക്ക് വേറെ ഒരാളുടെ സഹായം വേണ്ടതില്ല. വെറുതെ എന്തിനാണ് സഹായം വേണ്ടാത്ത ആളെ പോയി സഹായിക്കുന്നത്? ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി ഇടപെടരുത്. പിന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് രണ്ടു കൂട്ടർക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. അത് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു സംസാരമേ